ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 18. ഇത് നോക്കിയമ്മേ. ഒരു മഹാദേവൻ്റെ ലോക്കറ്റോട് കൂടിയ സ്വർണ്ണമാല എടുത്ത് കാട്ടിയിട്ട് പാറു അവരോട് അഭിപ്രായം ചോദിച്ചു. കൊള്ളാം മോളെ, നല്ല ഭംഗിയുണ്ട്. ലക്ഷ്മിക്ക് ആ മാലയുടെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരത് കയ്യിൽ പിടിച്ച് തിരിച്ചും മറിച്ചും ഭംഗി നോക്കിക്കൊണ്ടേയിരുന്നു. ഇത് വാങ്ങിക്കാം അല്ലേ ഭദ്ര? തൻ്റെ തൊട്ടരികിലായിരുന്ന മകൻ്റെ നേർക്കത് നീട്ടിയിട്ട് അവരനുവാദം ചോദിച്ചു. അമ്മയ്ക്കിഷ്ടമായെങ്കിൽ ബില്ലടച്ചേക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേറെ എങ്ങോട്ടേക്കോ നോക്കിക്കൊണ്ടിരുന്നു. ഇത് മതി ഭദ്ര, ലക്ഷ്മി കട്ടായം പറഞ്ഞപ്പോഴേക്കും അവനത് സെയിൽസ് ബോയുടെ കയ്യിലേക്കായി വെച്ചു കൊടുത്തു കഴിഞ്ഞിരുന്നു. ബില്ലും അടച്ച് അതുമായി കടയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഭദ്രൻ അഭിയുടെ കോൾ വന്നത്. അവൻ കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നിന്നതും തൊട്ടു പിന്നിൽ നിറഞ്ഞ ബാലു ബാലൻസ് കിട്ടാതെ അവൻ്റെ ദേഹത്തേക്കായി ചെന്നിടിച്ചത് ഒരുപോലെയായിരുന്നു. എവിടെ നോക്കിയടി പൊന്നുമോളെ നീ നടക്കുന്നത്? തൻ്റെ നെഞ്ചിലിടിച്ച് അവളെ ഒരു കൈയാൽ തള്ളി മാറ്റിയിട്ട് ഭദ്രൻ പതുങ്ങനെയെങ്കിലും ദേഷ്യത്തോടെ ചോദിച്ചു. മുന്നിൽ നടന്നു പോകുന്ന ആൾ പെട്ടെന്ന് ബ്രേക്കിട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ്റെ കല്ല് പോലെയുള്ള നെഞ്ചിൽ തട്ടി പതിഞ്ഞ മൂക്ക് വേദനിക്കുന്നുണ്ടായിരുന്നവൾക്ക്. അതിൻ്റെ ഫലമായി പെണ്ണിൻ്റെ മൂക്കുന്തുമൊന്ന് ചുവന്നു വന്നു. അതിന് നീ എന്തിനാടി എൻ്റെ പിറകെ നടക്കുന്നത്? അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നടക്കാൻ വയ്യേ? അവൻ കയ്യിലിരുന്ന ഫോൺ കട്ട് ചെയ്തിട്ട് അവളോട് ചേറി. എൻ്റെ മൂക്കും പഞ്ചർ ചെയ്തിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നോ? അയ്യോ, എനിക്ക് വേദനിക്കുന്നേ. പാർവതി തുള്ളിക്കൊണ്ട് നിന്നിടത്ത് നിന്ന് 2 ചാട്ടം ചാടിക്കൊണ്ട് കരഞ്ഞു. എന്തു പറഞ്ഞടി? പെട്ടെന്നുണ്ടായ അവളുടെ പ്രവൃത്തിയിൽ ഭദ്രന് പെട്ടെന്ന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. എന്താ ഇവിടെ? മോൾ എന്തിനാ കരയുന്നേ? മാലയും വാങ്ങി അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മി അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കാണുന്നത്. എൻ്റെ മൂക്കൊരു ആനയുടെ നെഞ്ച് തിരിച്ചതാ അമ്മ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. കണ്ണിൽ കൂടി ഒഴുകുന്ന കണ്ണുനീരിനെ തൂത്തെറിഞ്ഞിട്ട് ഭദ്രന് നേരെ ദേഷ്യത്തോടെ ഒരു നോട്ടം ചെയ്തവൾ. അവനതും കൂടി കേട്ടപ്പോഴേക്കും വിറഞ്ഞു വന്നു. ചുവന്നല്ലോ മോളെ. ലക്ഷ്മി ആവലാതി പൂണ്ടു. അതൊക്കെ മാറിക്കോളും, നമുക്ക് വേഗം പോകാം. തന്നെ നോക്കി വിതുമ്പിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മിയുടെ കയ്യും പിടിച്ച് കാറിന് നേർക്ക് നടന്നു പെണ്ണ്. വണ്ടി ചെന്ന് അഭിയുടെ വീടിന് മുന്നിൽ ചെന്ന് നിന്നപ്പോഴേക്കും സിറ്റൗട്ടിൽ അവർക്കായി അത്രയും നേരം കാത്തിരുന്ന അച്ചുമോൻ മുറ്റത്തേക്ക് ഓടിയിറങ്ങി കഴിഞ്ഞിരുന്നു. ഓടണ്ട, വീഴും അച്ചു നീയ്. അവനെ ശാസിച്ചുകൊണ്ട് പുറകെ തന്നെ അഭിയും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കാറിൽ നിന്നും ഭദ്രനും ലക്ഷ്മിയും പാറുവും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മാമൻ്റെ അച്ചൂട്ടോ. തൻ്റെ നേർക്ക് ഓടിയെടുത്ത 3 വയസ്സുകാരനെ ഭദ്രൻ വാരിയെടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ഉമ്മകൾ കൊണ്ട് മൂടി. എന്താടാ താമസിച്ചേ? ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നറിയാവോ? പരിഭവത്തോട് പറയുന്ന കൂട്ടുകാരനെ ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് അവൻ സിറ്റൗട്ടിലേക്ക് നടന്നു കയറി. ഇതാണോ ആൻറ്റിയുടെ പാറുക്കൊച്ചൻ? ഭദ്രൻ അകത്തേക്ക് കയറിപ്പോയതും അഭി ഒരു ചിരിയോടെ ലക്ഷ്മിക്കരികിലേക്ക് ചെന്ന് ചോദിച്ചു. ഇത് തന്നെയാണ് നീ കാണാൻ ആഗ്രഹിച്ച പാറു. ഇന്നാ കൊണ്ടുവന്നിട്ടുണ്ട്, കയ്യോടെ പിടിച്ചോ. അവനൊന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ പിന്നിലായി നിൽക്കുന്നവളെ പതിയെ പിടിച്ച് മുന്നിലേക്ക് മാറ്റി നിർത്തി. പെങ്ങളെ, ആ കൈയൊന്ന് നീട്ടിക്കേ. പെണ്ണിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അഭി ഒരു ചിരിയോടെ തൻ്റെ വലങ്കൈ അവൾക്ക് നേരെ നീട്ടി. എന്തിനാ അഭിയേട്ടാ? തിരിച്ച് ഹസ്തദാനം നൽകിക്കൊണ്ട് അവൾ ആരാഞ്ഞു. പക്ഷെ പെണ്ണിൻ്റെ അഭിയേട്ട എന്നുള്ള വിളിയിൽ അവനൊരു നിമിഷം തറഞ്ഞു നിന്നുപോയി. നന്ദുവിൻ്റെ ഓർമ്മകൾ തികട്ടി വന്നവന് അവൾ തന്നെ അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നതെന്ന് അഭി അപ്പോൾ ഓർത്തുപോയി. അതോ? അത് പിന്നെ ഇന്നലത്തെ നിന്റെ കിണ്ണം കാച്ചിയ ഡയലോഗിന്. കണ്ണിൽ വാത്സല്യം നിറച്ചുകൊണ്ട് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. കാര്യം പിടികിട്ടിയതിനാൽ പാർവതി ഒരു മറുചിരി അവനായി സമ്മാനിച്ചു. വന്ന കാലി നിർത്താതെ അവരെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വായേട്ടാ. സിറ്റൗട്ടിൽ നിന്ന് അനു വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നത് തന്നെ. പാറുവല്ലേ? അകത്തേക്ക് കയറി വന്നവളോട് അനു സ്നേഹത്തോടെ ചോദിച്ചു. അതെ. പരിചയമില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടി. എൻ്റെ പേര് അനു, പിറന്നാളുകാരൻ്റെ അമ്മയാ. അവൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പാറുവിൻ്റെ കൈ കവർന്നു.
ഇന്നലെ തൊട്ട് പാറു പാറുന്നും പറഞ്ഞ് ഏട്ടൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല. എന്തായാലും എനിക്കിഷ്ടമായി കേട്ടോ. നല്ല സുന്ദരി മോള്. അനു അവളെ ഇഷ്ടത്തോടെ ചേർത്ത് നിർത്തി. ഹാളിൽ എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരുന്ന ഭദ്രന് മാത്രം അതിഷ്ടപ്പെട്ടില്ല. അനുമോൾക്ക് ഇവിടെ പറഞ്ഞാൽ അറിയും. മംഗലശ്ശേരിയിലെ കൊച്ചുമോളാണ്. അനുവിന് പാറുവിനോടുള്ള സ്നേഹപ്രകടനം കണ്ടുകൊണ്ട് ലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു, ഏത് ഹൈദരാബാദുള്ള നമ്മുടെ വിമലേച്ചിയുടെ മോളോ? അവൾ ഒട്ടൊരാശ്ചര്യത്തോടെ ചോദിച്ചു. അത് തന്നെ, അവരിപ്പോൾ നാട്ടിലാണ് താമസം. ലക്ഷ്മി കൂട്ടിച്ചേർത്തു. ആഹാ, അത് പറ. എനിക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ തറവാട്ടമ്മയുടെ ഒരു ഷേപ്പ് തോന്നിയിരുന്നു. അന്താളിപ്പോടെ പറയുന്നവളെ നോക്കി ലക്ഷ്മിയും ചിരിച്ചു പോയിരുന്നു. പിന്നീട് അവിടെ ഒരു ഉത്സവ ബഹളമായിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പാറു ആ വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് അടുത്തു. പ്രത്യേകിച്ച് അച്ചുമോനോട്. വാതോരാതെ അവൾ എല്ലാവരോടും ഓടി നടന്ന് സംസാരിച്ചു. പഴയ പാറുവിൽ നിന്നും അവളുടെ പൊടുന്നനെയുള്ള മാറ്റം അവൾക്ക് പോലും അത്ഭുതമായിരുന്നു. എല്ലാവരോടും കുറച്ച് അകലം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന തന്നെ ഈ നാട്ടുകാരും എന്ത് പെട്ടെന്നാണ് മാറ്റിയെടുത്തതെന്നവൾ അതിശയത്തോടെ മനസ്സിലോർത്തു. അച്ചു ഭദ്രനെ ഉപേക്ഷിച്ച് പിന്നീട് പാറുവിൻ്റെ കൂടെയായി കളി. അതിലൊട്ടൊരു നീരസം തോന്നിയെങ്കിലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനത് അങ്ങ് അടക്കി പിടിച്ചു. അഭിയുടെ അച്ഛൻ രാജൻ അവളെ കൂട്ടിക്കൊണ്ട് നടന്ന് ആ വീടും പറമ്പും എല്ലാം കാട്ടിക്കൊടുക്കുവാനായി തുടങ്ങി. അവരുടെ കൂടെ അച്ഛമോനും ചെന്നു. ഓടിട്ട ഒരു വലിയ വൃത്തിയുള്ള വീടായിരുന്നത്. അതിന് പിറകിലായി രാജൻ്റെ വക കുറേയധികം കൃഷിസ്ഥലങ്ങൾ അവൾ കണ്ടു. അതിന് സൈഡിലൂടെ ഒഴുകുന്ന വലിയൊരു തോടും, കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കനാല് പോലെയൊരു വലിയൊരു തോട്. നഗരത്തിൽ ജനിച്ചു വളർന്നവൾക്ക് അതൊക്കെ തന്നെ ഒരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. അങ്ങൾ ഒറ്റയ്ക്കാണ് കൃഷിയൊക്കെ ചെയ്യുന്നേ? അവൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു. കഴിഞ്ഞ 3 വർഷങ്ങളായി എൻ്റെ ജീവിതം ഇവിടെയാണ് മോളെ. നന്ദു പോയ പിന്നെ ഇവിടെയാണ് എൻ്റെ സന്തോഷങ്ങൾ. അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം വിറച്ചിരുന്നത് പാറു പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നന്ദനയുടെ കാര്യങ്ങൾ മനഃപൂർവ്വം സംസാരത്തിൽ നിന്ന് ഒഴിവാക്കാനായി അവൾ ശ്രമിച്ചു. അങ്കിൾ, ഇതിലേക്കൊന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ? മഴ പെയ്തതിനാൽ തോട്ടിലെ വെള്ളം ഇത്തിരി കലങ്ങിയായിരുന്നു കുത്തി ഒഴുകിക്കൊണ്ടിരുന്നത്. മോളെ, ആ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിന്ന് കാല് നനച്ചോ. വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, കലക്കല. ചെയറായിരിക്കും കൂടുതൽ. വീണാലേ കയറാൻ പാടായിരിക്കും. അച്ചുമോനെ കയ്യിലെടുത്തുകൊണ്ട് അയാൾ പാറുവിനോട് കരുതലോടെ പറഞ്ഞു. ഓക്കെ അങ്കിളെ, ഞാൻ സൂക്ഷിച്ചോളാം. ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ പട്ടുപാവാടയുടെ തുമ്പ് പൊക്കി പിടിച്ച് തോട്ടിലേക്ക് കെട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽ പടികളിലേക്ക് അവൾ പതിയെ ശ്രദ്ധയോടെ ഇറങ്ങി. തണുത്ത വെള്ളം കാലിൽ തട്ടി ഒഴുകിയപ്പോൾ ശരീരമാനവകമാനം അവൾക്ക് കുളിര് കയറി. വീണ്ടും ഒരു പടി കൂടി അവൾ ഇറങ്ങി. മോളെ, അധികം ഇറങ്ങല്ലേ, നിനക്ക് ശീലമില്ലാത്തതാ, വീഴും പാറു. പുറകിൽ നിന്നും രാജൻ വിളിച്ചു പറഞ്ഞു. എങ്കിലും അവളുടെ കൗതുകത്തെ പെണ്ണിനടക്കാനായില്ല. പൊടുന്നനെ കാല് തന്നെ അവൾ തോട്ടിലെ വെള്ളത്തിലേക്ക് വീണുപോയി. മോളെ നന്ദു, രാജൻ ആദ്യയോടെ ഉച്ചത്തിൽ വിളിച്ചു കൂവി. ഊണിന് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന അഭിയും ഭദ്രനും അയാളുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമായെങ്കിലേ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിച്ചേക്കണം കേട്ടോ. ഇനി ഈ സ്റ്റോറി കേൾക്കുന്നവർ ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാൻ നോക്കാവേ.